ഒരു ഫലമുള്ള ഒന്നിനെ ആരൊക്കെ വെട്ടും? അധികം ഫലം കായ്ക്കാൻ ദൈവം വെട്ടും. യേശു പറഞ്ഞു, എൻ്റെ പിതാവ് നല്ല തോട്ടക്കാരനായതുകൊണ്ട് നിങ്ങൾ അധിക ഫലം കായ്ക്കേണ്ടതിന് അവൻ ചെത്തി വെടിപ്പാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വെട്ടെന്ന് പറയുന്നത് സൈഡിൽ നിന്നാണ്. എന്തിനാ? വീണ്ടും 100 മേനി ഫലം കായ്ക്കും. മനുഷ്യൻ വെട്ടുന്നപ്പോഴാണ് ഇത് വളരുന്നു എന്ന് കാണുമ്പോൾ മനുഷ്യൻ വെട്ടും. മനുഷ്യൻ വെട്ടുന്ന അവിടെ നിന്നാണ്, നടുവേന്ന് വെട്ടും, അല്ലെങ്കിൽ ഭൂമിക്ക് മേളിൽ നിന്ന് വെട്ടും. മൂന്നാമത്തെ വെട്ടുന്നത് പിശാചാണ്. അവൻ എവിടെ നിന്നാണ് വെട്ടുന്നത്? ഭൂമിക്കടിയിൽ നിന്നും, വേരില വെട്ടുന്നത്. പിശാച് വെട്ടുന്നത് ചീഞ്ഞു പോകാനാണ്. ഒന്ന്, ദൈവം വെട്ടിയാൽ പുതിയ തളിർപ്പുണ്ടാകും, പുതിയ 100 മേനി ഫലം കായ്ക്കും. മനുഷ്യൻ വെട്ടിയാൽ അത് പുതിയ തളിർപ്പുണ്ടാകും. പിശാച് വെട്ടിയാൽ പരിശുദ്ധാത്മാവെന്ന ഗന്ധമടിച്ച് പുതിയ വേരുണ്ടാകും. 3 തരം വെട്ടിലൂടെ കടന്നുപോയവരെ ഇവിടെ ഇരിപ്പുണ്ട്. ദൈവം വെട്ടിയിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വെട്ട് സൈഡിൽ നിന്നാണ്. അത് തൽക്കാലം വേദനയുള്ളതാണെങ്കിലും അത് പിന്നിട്ട് സന്തോഷമുള്ളതായി തീരും. മനുഷ്യൻ വെട്ടുന്ന അസൂയ കാരണമാണ്. മനുഷ്യൻ വെട്ടിയാൽ അതിനകത്ത് പുതിയ തളിർപ്പുകൾ ഉണ്ടാകും. പിശാച് വെട്ടിയാൽ പരിശുദ്ധാത്മാവിൽ പുതിയ വേരുകൾ ഉണ്ടാകും. ആമേൻ.